അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. തടി തളർത്തുന്ന 3 മരണം. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. മലപ്പുറം പുളിക്കൽ കോട്ടപ്പുറത്തുള്ള ഇർഫാൻ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ കടുത്ത ലീഗ് പ്രവർത്തകനാണ്. മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും അത്രമേൽ സ്നേഹിച്ച ചെറുപ്പക്കാരൻ, നല്ല പച്ചയായ ഒരു പ്രവർത്തകൻ. ഇർഫാന്റെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഇന്ന് വിവാഹം നടക്കാനിരിക്കെ ഇർഫാൻ മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിനേക്കാൾ വേദന വേറെന്തുണ്ട് പ്രിയപ്പെട്ടവരെ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മാസങ്ങളോളമുള്ള ഒരുക്കങ്ങളായിരുന്നു കുടുംബത്തിൽ. കല്യാണത്തിന്റെ തിക്കും തിരക്കുമായിരുന്നു. ആ ഒരു തിരക്കിനിടയിൽ ഇർഫാന് പെട്ടെന്ന് പനി വരികയും അത് ന്യൂമോണിയയായി ബാധിക്കുകയും ഒരുപാട് ആശുപത്രികളിൽ കാണിച്ചു. എന്നാൽ രോഗം ഇർഫാനിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നില്ല. ഈ രോഗം ഇർഫാനെ വിടാതെ പിന്തുടരുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. അവിടെ ചികിത്സയിലായിരിക്കെയാണ് ആ ഒരു പൊന്നുമോന് ഇന്നലെ മരണപ്പെട്ടത്. വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിരുന്നു. 2 കുടുംബത്തിന്റെ ആ ഒരു സന്തോഷ നിമിഷം പെട്ടെന്ന് കണ്ണീരിലായി പോവുകയാണ്. ആ പുതുപ്പെണ്ണിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ. എനിക്കിത് നിങ്ങളുടെ മുന്നിൽ എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. ചില മരണവാർത്തകൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. അതുപോലൊരു 3 മരണമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നത്. അതുമാത്രമല്ല, ഇർഫാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ വിവാഹത്തിന് പാണക്കാട് തങ്ങൾ പങ്കെടുക്കണമെന്നുള്ളത്. അതൊരു വാട്സപ്പ് സന്ദേശമായി അയച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ തങ്ങൾ വന്നു. കല്യാണ വേദിയിലേക്കല്ല, പ്രിയപ്പെട്ട ഇർഫാന്റെ ജനാസയിൽ പച്ച പുതപ്പിക്കാൻ. ഇർഫാന്റെ വേർപാട് എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് ആ പൊന്നുമോൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാനം ദുആ ചെയ്യാം. അതുപോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത്. പാലക്കാട് ചിറ്റൂരിലുള്ള നൗഷിജ എന്ന 24 വയസ്സുകാരിയായ പുതുമണവാട്ടി വിവാഹം കഴിഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഏറെ സന്തോഷത്തോടെ ആ ഒരു മോള് ഭർത്താവുമായി ഹണിമൂൺ ആഘോഷിക്കാൻ പോയതായിരുന്നു. തിരുവനന്തപുരത്തേക്കായിരുന്നു ആദ്യം പോയത്, കൂട്ടുകാരികളടുത്തും അങ്ങനെ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്കൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഏറെ സന്തോഷത്തോടെ അവർ തിരുവനന്തപുരത്തെ ഒരു ഫുട്പാത്തിലൂടെ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് ഏറെ സന്തോഷത്തോടെ കളിചിരി തമാശകൾ പറഞ്ഞ് നടന്നു പോവുകയായിരുന്നു. പക്ഷെ ആ ഒരു യാത്ര തിരിച്ചു വരാത്ത ഒരു യാത്രയായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആരും. തിരുവനന്തപുരം കവടിയാറിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കാറ് തമാശകൾ പറഞ്ഞ് നടന്നു പോകുന്ന നൗഷിജയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. രക്തം വാർന്നൊഴുകി. പെട്ടെന്നൊന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ രക്തം വാർന്നൊഴുകി ആ പൊന്നുമോള് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു നിമിഷത്തെ അശ്രദ്ധയും വേഗതയും ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇല്ലാതാക്കി കളഞ്ഞു. ആ കുടുംബത്തെ തകർത്തു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. സന്തോഷത്തോടെ ജീവിച്ചു തീർക്കേണ്ട പ്രിയപ്പെട്ടവൾ അപ്രതീക്ഷിതമായി വിട പറഞ്ഞപ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും താങ്ങാനായില്ല. അവരുടെയൊക്കെ തടി തളർന്നുപോയി. വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് പൊന്നുമോൾക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാഹ്. പിന്നെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ ഒരു പൊന്നുമോൻ്റെ. മുഹമ്മദ് എന്നാണ് പേര്. ഈ സംഭവം നടന്നത് എൻ്റെ നാട്ടിലാണ്, കണ്ണൂര്. ഈ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേട്ടപ്പോൾ ശരിക്കും തളർന്നുപോയി. അതുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരുന്നത്. പെട്ടെന്ന് നമുക്കൊന്നും ഉൾക്കൊള്ളാനായില്ല. പ്രഗത്ഭ പ്രാസംഗ്യനായ ഷമീർ അഷ്റഫി കാട്ടാമ്പള്ളിയുടെ മകൻ മുഹമ്മദ്, 14 വയസ്സ്. ഈ പൊന്നുമോന് കണ്ണൂര് കൊയ്യം മർക്കസിലാണ് പഠിക്കുന്നത്. ഹിഫ്ള് വിദ്യാർത്ഥിയായിരുന്നു. 25 ജുസുകളോളം ആ പൊന്നുമോന് മനഃപ്പാടമാക്കിയതാണ്. എന്ത് ചെയ്യാനാണ്? ആ പൊന്നുമോന് കൂട്ടുകാരുമൊത്ത് പന്ത് കളിക്കുകയായിരുന്നു. അങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കെ പന്ത് അവിടെയുള്ള കിണറിലേക്ക് വീണു. അങ്ങനെ ഒപ്പം കളിച്ചവരൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പൊന്നുമോന് മുഹമ്മദ് ആ കിണറിലേക്ക് പന്തെടുക്കാൻ ഇറങ്ങിയതാ. പൊടന്നനെ കിണറിൽ വീണ് ആ പൊന്നുമോന് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബത്തിൻ്റെ ഏറെ സ്വപ്നമായിരുന്നു. വലിയ ആരൊക്കെയോ ആകാൻ ആഗ്രഹിച്ചതായിരിക്കും ആ ഒരു കുടുംബം. 25 ജുസുവോളം ആ മോന് പഠിച്ചു. എന്താ ചെയ്യുക? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. സ്കൂളിൽ ആ പൊന്നുമോൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
പടച്ചറബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ. പടച്ചറബെ ആ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ആ പൊന്നുപ്പാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബേ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. നിനക്കറിയാലോ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ചറബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാം റബ്ബേ. നീ തന്നെ അവരെ കാക്കണേ റബ്ബേ. നീ തന്നെ അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കണേ റബ്ബേ. പടച്ചറബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പടച്ചറബേ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബേ അവരുടെ കുടുംബത്തിൻ്റെ വേദന വിഷമം നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബേ അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ചറബേ മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.